അപ്പോൾ ഗൈസ് ഇന്നൊരു നൈറ്റ് സ്റ്റഡി വ്ളോഗാണ്. 11 മണി മുതൽ 7 മണി വരെ ജെയ്ക്ക് വേണ്ടിയിട്ടുള്ള നൈറ്റാണ്. അതാ അപ്പോൾ നമ്മൾ SM സ്ട്രീറ്റ് പോയപ്പോൾ വാങ്ങിയ സാധനമാണ് ഇത്. നമുക്ക് ഫോക്കസ് അത് ഒരു ലാമ്പാണ്. അത് SM സ്ട്രീറ്റ് പോയപ്പോൾ വാങ്ങിയായിരുന്നു. ഇനിയിപ്പോൾ തുടങ്ങാണ് പഠിത്തം. ഓക്കെ, എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഗൈസ് പഠിക്കാൻ പോകുന്നത്, ഇന്ന് രാത്രി പഠിക്കാൻ പോകുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയം, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സുമാണ്. അപ്പോൾ പഠിക്കാൻ തുടങ്ങാൻ പോവാണ്. 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് ഹൈപ്പർ ലാബ്സിൽ വെക്കുന്നത്? എനിക്ക് ലൈറ്റ് ഇടാൻ ചടപ്പായിട്ടാണ് ഇതിൽ വെക്കുന്നത്. ഇത് ഭയങ്കര വൈബാണ്. ഈ ലൈറ്റിലൊന്നും ഇല്ല കേട്ടോ, ഇത് വേറെ ലൈറ്റ്. ഇത് അത്യാവശ്യം പവറുണ്ട്. പിന്നെ എങ്ങനെ പവർ കിട്ടുക? ഇതാണ് ഏറ്റവും പവർ. നല്ല പവറാണ്. ഇവിടേക്ക് കാണാം, നല്ല പവറുണ്ട് ഇത്. അപ്പോൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് കെമിക്കൽ ഇക്വിലിബ്രിയമാണ് കാണാൻ പോകുന്നത്. അതിൻ്റെ 2 പാർട്ടൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിരുന്നു. ബ്രില്യൻറ്റിൻ്റെ ക്ലാസ്സസാണ് കാണുന്നത്. ഇപ്പോൾ 3ാമത്തെ പാർട്ട്, ലാസ്റ്റ് പാർട്ടായിട്ട് കാണാൻ പോകുന്നത്. 1 മണിക്കൂർ 26 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ SM സ്ട്രീറ്റ് പോയപ്പോൾ വേറൊരു സാധനം കൂടി വാങ്ങുന്നത്. അതിന് 10 റുപ്യ ഉള്ളൂ. ലാപ്ടോപ്പിൻ്റെ സൈഡിൽ കുത്താൻ പറ്റും. ഇപ്പോൾ കാണിച്ചു തരാം. എന്താ ലാപ്ടോപ്പിൻ്റെ സൈഡിൽ കുത്തിയപ്പോൾ നല്ല ലൈറ്റ് ഉണ്ട്. അതിക്ക് ഫോക്കസ് ആക്കിയാണ് ഉണ്ടോ, നല്ല ലൈറ്റ് തന്നെ ഉണ്ട് അത്യാവശ്യം. ഇതിപ്പോൾ ആവശ്യമില്ല എന്തായാലും. ഇതിപ്പോൾ ഇവിടെ കണ്ണിക്കടിക്കുന്നുണ്ട്. ഇത് ഇവിടെ വെച്ചിട്ട് അതിനോണ്ട് ഈ മഞ്ഞ ലൈറ്റ് ഇട്ട് പഠിക്കാനില്ല. അതിനോട് വെള്ളയാക്കിയിട്ട് ഈ സൈഡിൽ ഇവിടെയാണ് വെക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിക്കടിക്കും. അതാണ് ഒരു ചടപ്പ് വരുന്നത്. അത് ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ ലൈറ്റ് ഉണ്ട്. കാണുന്നുണ്ടല്ലേ, അത്യാവശ്യം ലൈറ്റ് ഉണ്ട്. കാണില്ല, വീഡിയോയിൽ കാണില്ല എന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഹൈപ്പർ ലാബ്സിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഏകദേശം 12:15 ആവാനായിട്ട് കാണില്ല എന്നറിയാം. അതാ 12:15 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക് എടുക്കുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരമായി പഠിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായി. ഇനി കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ചെറിയ ചെറിയ ബ്രേക്കുകൾ എടുത്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ എഴുതിച്ചിന് കുറച്ചൊക്കെ മനസ്സിലാകുന്നുണ്ട് അത്യാവശ്യം. KSP ഒക്കെ സോളിബിലിറ്റി പ്രൊഡക്ഷത്തിന് ഇതാണെങ്കിൽ ഇപ്പോൾ നിറച്ച് പ്രാണികളാണ് അവിടെ കാണാൻ കഴിയും. ഒരു കറുത്ത പ്രാണികൾ ഉണ്ട് കുറേ എണ്ണം. അതിനോണ്ടാണ് ഇപ്പോൾ ലൈറ്റ് ഓഫ് ആക്കി ഇതിട്ടിട്ട് കണ്ണെന്തൊക്കെയാവുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഇടണം. എല്ലാ പ്രാണികളും അങ്ങോട്ട് പോയിട്ട് വേണം ലൈറ്റ് ഇടാൻ. അപ്പോൾ ബ്രേക്കാണ്. ഇനി ഒരു 12:25 തുടങ്ങും. അപ്പോൾ ഗൈസ് 12:25 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ഗൈസ് കെമിസ്ട്രി അത്യാവശ്യം മനസ്സിലാവുന്നില്ല. കെമിക്കൽ ഇക്വിലിബ്രിയം എന്തൊക്കെയോ മാതിരിയാവുന്നുണ്ട്. ഇനി നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് സോളിഡ് പാർട്ട് 1 നോക്കാൻ പോവാണ്. അത് അത്യാവശ്യം എത്ര 1 മണിക്കൂർ 46 മിനിറ്റ് ഉണ്ട്. എന്നാലും ഫിസിക്സ് ആയതുകൊണ്ട് കുറച്ചും കൂടി ഇതുണ്ടാവും. കെമിസ്ട്രി ചടപ്പ് വരുന്നുണ്ട്. കുറേ തിയറി പിടിക്കാനുണ്ട്. ഒരു 30 പേജ് ഉണ്ട് ആ പാഠം തന്നെ. കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ പാഠം തന്നെ 30 പേജ്. അത്യാവശ്യം നല്ല പേജ് പഠിക്കാനുണ്ട്. ഒക്കെ പഠിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇപ്പോൾ ഫിസിക്സ് നോക്കട്ടെ. ഇത് നോക്കണം. ബുക്ക് മാറ്റി ഇപ്പോൾ ഹൈപ്പർ ലാബ്സ്. അപ്പോൾ ഗൈസ് 1:45 കഴിഞ്ഞിട്ടുണ്ട്.
ഇപ്പോൾ ഏകദേശം 45 മിനിറ്റിൻ്റെ വീഡിയോ നമ്മൾ കണ്ട് 1 മണിക്കൂർ 47 മിനിറ്റിൻ്റെ വീഡിയോയിൽ 47 മിനിറ്റ് കണ്ട് ഇനി 1 മണിക്കൂർ ബാക്കിയുണ്ട്. എന്തായാലും തീരും. ഒരു 4 മണിൻ്റെ ഉള്ളിൽ തീർന്നിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീരുന്നു. പിന്നെ ഇക്വിലിബ്രിയം കൂടി കഴിഞ്ഞാൽ മതി. 7 മണിൻ്റെ ഉള്ളിൽ തീരുന്നു വിചാരിക്കുക. കുറച്ച് പണിയുണ്ട്, ടഫാണ്. അപ്പോൾ ബ്രേക്കാണ്. ഇനിയിപ്പോൾ 2 മണി വരെ ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് 2 മണിയായിട്ടുണ്ട്. ഇനി പഠിക്കാൻ പോവാണ്. ഇപ്പോൾ ഹൈപ്പർ ലാബ്സ് ഇവിടെയാണ് വെക്കണേ. കാരണം എന്താ വെച്ചാൽ ഫോണിൽ ചാർജ് ഇല്ല. ചാർജിന് കുത്തിയിട്ട് ഹൈപ്പർ ലാബ്സിൽ വെക്കാനാണ്. അപ്പോൾ തുടങ്ങി. അപ്പോൾ ഗൈസ് 3:45 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ് ഈ പാഠം കഴിഞ്ഞ് പാടല്ല ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു. അതേ നോക്കണുള്ളൂ ഇന്ന് ഫിസിക്സിൽ സോളിഡ്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ഇനിയിപ്പോൾ ഇത് പഠിക്കാണ്ട് ഇപ്പോൾ ഒന്ന് പഠിച്ചില്ലെങ്കിൽ പിന്നെ തീരെ ഓർമ്മ കിട്ടില്ല. പിന്നെ ആദ്യം തൊട്ട് കാണേണ്ടി വരും. അതിനോട് ഇപ്പോൾ റിവൈസ് ചെയ്യാനുള്ള ടൈമാണ്. ഒരു 4:15 വരെ മാക്സിമം 4:30 വരെ റിവൈസിൻ്റെ ടൈമാണ്. ഇപ്പോൾ ഹൈപ്പർ ലാബ്സിൽ വെക്കില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും ഹൈപ്പർ ലാബ്സിൽ വെച്ചാൽ അത് ബോറായിരിക്കും. ആണോ അല്ലേന്ന് കമൻ്റ് ഇടുക, ബോറാണോ അല്ലേന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഇനി എന്തായാലും പഠിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് വേണം കെമിക്കൽ ഇക്വിലിബ്രിയം കാണാം. എന്തായാലും 7 മണിൻ്റെ ഉള്ളിൽ തീരുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ താഴത്തുനിന്ന് ചൂടെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് നേരമായി. പിന്നെ മിക്സർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അത്യാവശ്യം തോനെ എടുത്തെന്നാണ് തോന്നുന്നത്. പിന്നെ തണുത്തെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കം വന്നിട്ട് നിൽക്കില്ല. അത്യാവശ്യം ഉറക്കം വരുന്നുണ്ട്. ഞാൻ രാവിലെ ഉറങ്ങിയിരുന്നു, 3-4 മണിക്കൂർ ഉറങ്ങിയിരുന്നു. ഇനിയിപ്പോൾ ഈ 7 മണി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഉറക്കം വരികയാണെങ്കിൽ ഇപ്പോൾ ഉറക്കം വന്നിട്ടുണ്ട്. തണുത്തെള്ളം കൊണ്ട് മുഖം കഴിയപ്പം ഫുൾ ഉറക്കം പോയി. ഇപ്പോൾ കുറേ നേരത്തേക്ക് ഉറക്കം വരില്ല. അപ്പോൾ ഇനി പഠിക്കാൻ പോകണം. അപ്പോൾ ഗൈസ് 4:30 ആയിട്ടുണ്ട്. ഞാൻ 4:20 കഴിഞ്ഞിരുന്നത് റിവൈസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല പോലെ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇനി പിന്നെ എപ്പോഴെങ്കിലും റിവൈസ് ചെയ്യണം. ഇപ്പം ഇനി പഠിക്കാൻ പോവാണ് ഇക്വിലിബ്രിയം. 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിരുന്നു. ഇനി ഇക്വിലിബ്രിയം തുടങ്ങട്ടെ. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 5:15 കഴിഞ്ഞിട്ടുണ്ട്. 5:15 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ള് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. എനിക്ക് ആ പാഠം അത്യാവശ്യം മനസ്സിലായില്ല. ഇക്വിലിബ്രിയം അതിനോണ്ട് ഇപ്പോൾ ഒന്നും അധികം മനസ്സിലാവില്ല. ഇനിയിപ്പോൾ നോർത്ത് ഇന്ത്യൻസിൻ്റെ വീഡിയോസൊക്കെ കാണേണ്ടി വരും. ഇക്വിലിബ്രിയം എന്നിട്ട് വേണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ. അതിനോണ്ട് ഇപ്പോൾ അവിടെ സ്റ്റഡി വ്ളോഗ് നിർത്തുകയാണ്. അപ്പോൾ 11 മണി മുതൽ 5 മണി വരെയുള്ള ഒരു സ്റ്റഡി വ്ളോഗ് ആയിരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ നിർത്തുകയാണ് നൈറ്റ് സ്റ്റഡി വ്ളോഗ്.